+1 കമ്പ്യൂട്ടർ സയൻസ് 4ാമത്തെ ചാപ്റ്റർ 3ാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ അൽഗോരിതം എന്തെന്നുള്ളതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റിങ്സ് മുഴുവൻ നടത്തി. അതായത് നമ്മൾ അൽഗോരിതം എന്ന പേരിൽ കേട്ടിട്ടില്ല എന്നേ ഉള്ളൂ, പക്ഷെ റിയൽ ലൈഫിൽ നമ്മൾ അൽഗോരിതംസ് യൂസ് ചെയ്തിരുന്നു. അതിന് അൽഗോരിതം എന്നല്ല പേരിട്ടിരുന്നത് എന്ന് മാത്രം റെസിപ്പിയുടെ ഒരു എക്സാമ്പിളൊക്കെ വിശദമായി കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് അൽഗോരിതം എന്താണെന്ന് വിശദമായി കാണാം. എന്താണ് അൽഗോരിതം എന്ന് ഇപ്പൊ തന്നെ മനസ്സിലാവും. ഫേമസ് ആയിട്ടുള്ള അറബ് മാത്തമാറ്റീഷ്യൻ ഉണ്ട്, അബു ജാഫർ ഇബിൻ മുഹമ്മദ് മൂസ അൽ ഖവാരിസ്മി. ഈ ആളുടെ പേരിലെ ഖവാരിസ്മിയിൽ നിന്നും അൽ എന്ന വാക്കും അത് കൂട്ടിച്ചേർത്തിട്ടാണ് അൽ ഖവാരിസ്മിയിൽ നിന്നാണ് നമ്മുടെ അൽഗോരിതം എന്ന വാക്ക് ഉണ്ടായേക്കണേ എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അപ്പൊ അൽഗോരിതം എന്ന് വെച്ചാൽ എന്താ? ഇപ്പൊ നേരത്തെ എഴുതിയ പരിപാടി തന്നെ, പക്ഷെ അതിലെ ആംബിഗ്വിറ്റിയും കൂടി ഒഴിവാക്കിയത്. എന്ന് വെച്ചാൽ എന്താ? ഫൈനൈറ്റ് സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ടു സോൾവ് എ പ്രോബ്ലം. അതാണ് അൽഗോരിതം. എണ്ണുണ്ട്, നിശ്ചിത എണ്ണം ഇൻസ്ട്രക്ഷൻസേ പറ്റുള്ളൂ. നിങ്ങൾക്ക് എണ്ണ അങ്ങനെ അനന്തമായിട്ട് പോകാൻ പറ്റില്ല. ഓരോന്നിലും ക്ലിയർ കട്ട് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് കൊടുക്കുക. എന്തിനൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ എഴുതുന്ന സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻ, അതിനെയാണ് നമ്മൾ അൽഗോരിതം എന്ന് വിളിക്കുക. ഇതിലെ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും നമ്മുടെ ഔട്ട്പുട്ട് എത്താൻ വേണ്ട ഒരു സെറ്റ് ആക്ഷൻ നടന്നുണ്ടാവും. ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതുന്നതിൽ ഓരോ സ്റ്റെപ്പിലും ഒരു ഇൻസ്ട്രക്ഷൻ, ഒരു നിർദ്ദേശം, അതിനനുസരിച്ച് ഒരു ആക്ഷൻ നടക്കും. അൽഗോരിതം ആണോ അതിന് ഈ പറയുന്ന ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും. ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള സാധനങ്ങളിൽ നമുക്ക് അൽഗോരിതം എന്ന കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുള്ളൂ. ഇപ്പൊ നേരത്തെ എഴുതിയത് അൽഗോരിതം ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് അതിന് മുഴുവനോട് അൽഗോരിതം ആണെന്ന് പറയാൻ പറ്റില്ല. സാധാരണഗതിയിൽ അൽഗോരിതംസ് തുടങ്ങുക ഇൻപുട്ടുകൾ വാങ്ങാനുള്ള ഇൻസ്ട്രക്ഷൻസ് അടക്കമാണ്. ഇപ്പൊ പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ ആദ്യം ഇൻപുട്ട് എന്താണെന്ന് അറിയണല്ലോ. എന്തൊക്കെ ഡേറ്റ വെച്ചിട്ടാണ് ഈ പ്രോബ്ലത്തിന് സോൾവ് ചെയ്യേണ്ടതെന്ന് അറിയണല്ലോ. ആ ഡേറ്റ വാങ്ങലാണ് സാധാരണ അൽഗോരിതത്തിൽ ആദ്യത്തെ സ്റ്റെപ്പുകളിൽ ഉണ്ടാവുക. ഇപ്പൊ നമ്മൾ വാങ്ങുന്ന ഇൻപുട്ടുകളെ ആണ് ഇനി വരുന്ന സ്റ്റെപ്പുകളിൽ നമ്മൾ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചില അൽഗോരിതങ്ങളിൽ ചിലപ്പോൾ എന്തുണ്ടാവും വെച്ചാൽ ഇൻപുട്ട് പ്രത്യേകിച്ചൊന്നും വാങ്ങേണ്ടി വരില്ല. ഇൻസ്ട്രക്ഷൻസിന്റെ കൂട്ടത്തിൽ തന്നെ ഇൻപുട്ടിന് വേണ്ട ഡേറ്റയും കൂടി ഉണ്ടാവും. അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് അൽഗോരിതത്തിൽ ഇൻപുട്ട് വേണമെന്ന് നിർബന്ധമൊന്നും പിടിക്കാൻ പറ്റില്ല. സാധാരണ നമ്മൾ തുടങ്ങുക ഇൻപുട്ട് വാങ്ങുന്ന സ്റ്റെപ്പോടെയാണ് അൽഗോരിതം തുടങ്ങുക. ഇനി ഈ ഇൻപുട്ടായിട്ട് നമ്മുടെ കയ്യിലുള്ള ഡേറ്റ അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വേരിയബിൾസ് ആണ് യൂസ് ചെയ്യുക. എന്താ വേരിയബിൾ? ചരം. മാത്സിൽ പഠിച്ചിട്ടില്ലേ? എക്സ് വൈ എന്നൊക്കെ പറഞ്ഞിട്ട് പേരിട്ട് വിളിക്കും. എന്താ? എക്സിന്റെ ഉള്ളിൽ ഒരു നമ്പർ സ്റ്റോർ ചെയ്തു, വൈയുടെ ഉള്ളിൽ വേറെ നമ്പർ സ്റ്റോർ ചെയ്തു എന്നുള്ള രീതിയിൽ നമ്പർ സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലങ്ങൾ നമ്മൾ വേരിയബിൾസ് എന്ന് വിളിച്ചിട്ടുണ്ട് മാത്സിൽ. എക്സ് വൈ സെഡ് എ ബി സി എന്നൊക്കെ പറഞ്ഞിട്ട്. അതേപോലെ കമ്പ്യൂട്ടറിന്റെ ഉള്ളിലെ മെമ്മറി ലൊക്കേഷൻസിന് നമ്മൾ പേരിട്ട് വിളിക്കും. എന്തിനാ? ഈ മെമ്മറി ലൊക്കേഷൻസിലാണ് നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്യും. അപ്പൊ ഡേറ്റ പ്രോസസ് ചെയ്തിട്ട് വേണം നമുക്ക് ഇൻഫോർമേഷൻ ആക്കാൻ വേണ്ടിയിട്ട്, ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഡേറ്റ സ്റ്റോർ ചെയ്യുന്ന സ്ഥലങ്ങളെ വേരിയബിൾസ് എന്ന് വിളിക്കും. ഈ വേരിയബിൾസിന്റെ ഉള്ളിൽ എന്തൊക്കെ തരം ഡേറ്റ പറ്റും? ന്യൂമറൽസ് പറ്റും, സംഖ്യകൾ പറ്റും, കൂടാതെ ക്യാരക്ടേഴ്സും പറ്റും. ABCD പോലെയുള്ള ക്യാരക്ടേഴ്സിനെ തന്നെ നമുക്ക് ഡേറ്റ ആയിട്ട് തന്നെ സ്റ്റോർ ചെയ്യാം. വേരിയബിളിന്റെ ഉള്ളിൽ പേരുകൾ സ്റ്റോർ ചെയ്യാം, ആളുടെ പേര് അല്ലെങ്കിൽ സബ്ജക്റ്റിന്റെ പേര്. അങ്ങനെ ഡേറ്റ എന്ന് പറയുന്ന സാധനത്തിൽ നമ്പേഴ്സ് മാത്രമാവണമെന്ന് നിർബന്ധമില്ല. മാത്സിലെ പോലെ വേരിയബിൾസിന്റെ ഉള്ളിൽ നമുക്ക് ഇവിടെ എന്തും കൂടി ഉണ്ടാവാം, ക്യാരക്ടേഴ്സും ഉണ്ടാവാം. ഇൻപുട്ടായിട്ട് നമ്മൾ എന്തെങ്കിലും ഡേറ്റ വാങ്ങുന്നുണ്ടോ അപ്പൊ നമ്മൾ വേരിയബിൾസ് യൂസ് ചെയ്തിരിക്കണം. അപ്പോൾ ഇതിൽ ഉള്ളിയുടെ എണ്ണം അല്ലെങ്കിൽ മുട്ടയുടെ എണ്ണം അതൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ യൂസ് ചെയ്യുക വേരിയബിൾസ് ആണ്. പ്രോഗ്രാം എഴുതി തുടങ്ങുമ്പോൾ അതിൽ പ്രോഗ്രാമിന് വേണ്ട ഡേറ്റകൾ സ്റ്റോർ ചെയ്യാൻ നമ്മൾ വേരിയബിൾസ് യൂസ് ചെയ്യും. ഇൻപുട്ട് വാങ്ങുമ്പോൾ അപ്പോൾ വേരിയബിൾസിലേക്ക് വാങ്ങാൻ പറ്റും. കൂടാതെ ഓരോ സ്റ്റെപ്പിൽ ചിലപ്പോൾ പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ ഔട്ട്പുട്ടുകളൊക്കെ കിട്ടും. ഈ ഔട്ട്പുട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? വേരിയബിൾസ് യൂസ് ചെയ്യും. എന്താണെന്നൊക്കെ ഒരു ഒറ്റ എക്സാമ്പിൾ ഉപയോഗിക്കുമ്പോൾ മനസ്സിലാവും. ആദ്യം ക്യാരക്ടറിസ്റ്റിക്സ് കേട്ട് വയ്ക്കുക. ഇനി അൽഗോരിതത്തിലെ ഓരോ സ്റ്റെപ്പിലും പറയുന്ന ഇൻസ്ട്രക്ഷൻസ് വളരെ കൃത്യമായിരിക്കണം. ഒരു സംശയത്തിനും ഇടയില്ലാത്ത തരത്തിലുള്ള ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കണം. മാത്രമല്ല കൊടുത്തേക്കുന്ന ഇൻസ്ട്രക്ഷൻ ക്യാരി ഔട്ട് ചെയ്യാനും പറ്റണം, വർക്ക് ചെയ്യിക്കാനും പറ്റണം. ഇപ്പോൾ നടക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളൊന്നും പറയരുതൊന്നും. ഇപ്പോൾ നമ്മുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത് ക്യാച്ച് ദ ഡേ, ദിവസത്തിനെ പിടിക്കൂ എന്ന് പറഞ്ഞാൽ ക്യാച്ച് ദ ഡേ. ലെറ്റർ അനുസരിച്ച് വായിച്ചു നോക്കുമ്പോൾ ക്യാച്ച് പിടിക്കൂ, ദ ഡേ ദിവസത്തിനെ പിടിക്കൂ. എഴുതിയതൊക്കെ ശരിയാണ്, പക്ഷെ അങ്ങനെ ഒരു സംഭവമില്ല. അങ്ങനെ അർത്ഥമില്ലാത്ത രീതിയിലുള്ള ഇൻസ്ട്രക്ഷൻസ് ഒന്നും കൊടുക്കരുത്. ചെയ്യാൻ പറ്റുന്ന, പ്രാക്ടിക്കലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇൻസ്ട്രക്ഷൻസ് ഓരോ സ്റ്റെപ്പിലും നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ. മാത്രമല്ല അൽഗോരിതത്തിലെ ഓരോ സ്റ്റെപ്പിലും പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതായത് കൊടുക്കുന്ന നിർദ്ദേശം, ആ നിർദ്ദേശം ഒരാൾക്ക് ഒരു പേപ്പറും പേനും എടുത്തിട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണോ?
ചെയ്ത് കഴിയും വേണം. അല്ലാണ്ട് ലോകാവസാനം വരെ ഇരുന്ന് ചെയ്താലും കഴിയാത്ത അത്രയ്ക്ക് ഈ നിർദ്ദേശങ്ങൾ ഒരു ഒറ്റ സ്റ്റെപ്പായിട്ടൊന്നും അൽഗോരിതത്തിൽ കൊടുക്കാൻ പാടില്ല. നിങ്ങൾ കമ്പ്യൂട്ടറിനെ കൊണ്ട് എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സാധനം നിങ്ങൾ പേനയും പേപ്പറും എടുത്ത് എഴുതി ചെയ്യാൻ പറ്റണം, ചെയ്ത് കഴിയും വേണം. നിങ്ങളെ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള സാധനങ്ങൾ കമ്പ്യൂട്ടറിന് കൊണ്ടു കൊടുത്തിട്ട് അത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നടക്കില്ല. പേപ്പറും പേനയും എടുത്തിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ കമ്പ്യൂട്ടറിനും സോൾവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സോൾവ് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് പേപ്പറും പേനയും എടുത്ത് എഴുതി സോൾവ് ചെയ്യാൻ പറ്റും. മനസ്സിലാണ്ടോ? അപ്പൊ അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസേ കമ്പ്യൂട്ടറിന് കൊടുക്കാവൂ. ഒരു പേപ്പറിലും പേനയിലും സോൾവ് ചെയ്യാൻ പറ്റണം, നമുക്കും സോൾവ് ചെയ്യാൻ പറ്റണം. കൊടുത്തേക്കണ നിർദ്ദേശത്തിനനുസരിച്ച് പേപ്പറിലും പേനയിലും നമ്മൾ എഴുതിയിട്ട് ഈ വഴി കൂടെ കടന്നു പോയാൽ ഇന്നത് കിട്ടും എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതി കാണിക്കാൻ പറ്റണം. മാത്രമല്ല ഓരോ സ്റ്റെപ്പില് നേരത്തെ പറഞ്ഞിരുന്നു, ഓരോ സ്റ്റെപ്പും കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഈ കൊടുത്തേക്കണ ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആക്കാൻ ലോകാവസാനം വരെയുള്ള പണികൾ ചെയ്യണം. അങ്ങനെ വരരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാ ശരി, ഒരു സ്റ്റെപ്പിൽ ലോകാവസാനം വരെയുള്ള അത്രയ്ക്ക് പണി കൊടുക്കണില്ല, പകരം സ്റ്റെപ്പിന്റെ എണ്ണം ഇൻഫിനിറ്റി ആക്കി വെച്ചു, അതും പാടില്ല. നിങ്ങൾ എഴുതുന്ന അൽഗോരിതത്തിലെ നമ്പർ ഓഫ് സ്റ്റെപ്സ് അത് ഫൈനൈറ്റ് ആയിരിക്കണം. എന്ന് വെച്ചാൽ അൽഗോരിതം തുടങ്ങിയാൽ അവസാനിക്കണം. ലോകാവസാനം വരെ ഇരുന്നിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അൽഗോരിതം ഒന്നും പാടില്ല. ചിലപ്പോൾ നിങ്ങളുടെ അൽഗോരിതം മോളിൽ നിന്ന് വർക്ക് ചെയ്ത് തുടങ്ങി ഇവിടെ വരെ എത്തിയപ്പോൾ പിന്നെയും മോളിൽ പോയി കുറച്ച് കാര്യങ്ങൾ പിന്നെയും ചെയ്തൊന്ന് പിന്നെയും മോളിൽ പോയി, അങ്ങനെ റിപ്പീറ്റേറ്റീവ് സ്റ്റെപ്സ് ഒക്കെ ഉണ്ടാവാം. പക്ഷെ എന്നാൽ പോലെ ഏതെങ്കിലും ഒരു കാലത്ത് അത് അവസാനിക്കുന്ന രീതിയിലായിരിക്കണം. അൽഗോരിതത്തിന്റെ ഒരു അവസാനത്തേക്ക് എത്തണം. നിങ്ങൾ സ്റ്റെപ്സ് എഴുതുമ്പോൾ അവസാനിക്കണം, തുടക്കവും വേണം അവസാനം വേണം. അവസാനിക്കാത്ത രീതിയിൽ നമ്പർ ഓഫ് സ്റ്റെപ്സ് ഇങ്ങനെ അനന്തമായി പോകുന്ന രീതിയിലുള്ള പ്രോഗ്രാംസ് ഒന്നും എഴുതി വയ്ക്കാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ ഈ എഴുതി വെച്ചിട്ടുള്ള സ്റ്റെപ്പുകളൊക്കെ കൂടി വർക്ക് ചെയ്താൽ അവസാനം ഔട്ട്പുട്ടായിട്ട് ഉദ്ദേശിച്ച ഔട്ട്പുട്ട് തന്നെ കിട്ടണം, ഉദ്ദേശിച്ച റിസൾട്ട് തന്നെ ഔട്ട്പുട്ടായി കിട്ടും വേണം. എന്നാലേ ഈ അൽഗോരിതം നല്ലതെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സ് കൂടെ ഉള്ള അൽഗോരിതം എഴുതിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഓരോ സ്റ്റെപ്പും ക്ലിയർ കട്ടായിരിക്കണം. ഓരോ സ്റ്റെപ്പിലും പറഞ്ഞ സാധനങ്ങൾ ചെയ്ത് തീർക്കാൻ പറ്റുന്നതായിരിക്കണം. അനന്തമായി നീളമുള്ളതാവരുത്. സ്റ്റെപ്പുകളുടെ എണ്ണം അനന്തമായി നീളരുത്. ഫൈനലി നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ടാവണം. അപ്പൊ ഇങ്ങനത്തെ സ്റ്റെപ്സ് 6 സ്റ്റെപ്സ് ആണ് നമുക്ക് അൽഗോരിതത്തിലെ ക്യാരക്ടറിസ്റ്റിക്സിലുള്ളത്. അറിഞ്ഞു വെക്കുക. ഇത് നിങ്ങൾ അൽഗോരിതം എഴുതാൻ നേരത്ത് ഈ 6 സ്റ്റെപ്പും നിങ്ങൾ എഴുതുന്ന ഓരോ സ്റ്റെപ്പിലേക്കും ബാധകല്ലേ നോക്കണം. ഈ കണ്ടീഷൻ അനുസരിച്ചല്ലേ നിങ്ങളുടെ അൽഗോരിതം, അത് വർക്ക് ചെയ്യില്ല. അത് അൽഗോരിതം അല്ല. മനസ്സിലായോ? എന്താണ് അൽഗോരിതം എന്ന് മനസ്സിലാവണോ? ഒരൊറ്റ എക്സാമ്പിൾ നോക്കിയാൽ മതി. ഇപ്പൊ നമ്മൾ ഒരു 3 സംഖ്യകൾ ഇൻപുട്ടായി വാങ്ങിയിട്ട് സമ്മും ആവറേജും കാണണം. അതാണ് പ്രോബ്ലം എന്ന് വിചാരിച്ചോ. 3 സംഖ്യകളുടെ സമ്മും കാണണം, ആവറേജും കാണണം. ഇതിന് അപ്പൊ ഈ സമ്മും ആവറേജും കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് 3 സംഖ്യകൾ എന്നാൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ എഴുതും? ഒരു പേപ്പറിൽ എഴുതി നോക്കിക്കോ. ഉത്തരം ഇവിടെ തന്നെ ഇപ്പൊ തന്നെ വരും. പക്ഷെ എന്നാലും നിങ്ങളാണെങ്കിൽ ഇതിനുള്ള അൽഗോരിതം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ സ്റ്റെപ്പിൽ എഴുതും നോക്കുക. അപ്പൊ ഇതിൽ ആദ്യം ബേസിക് സ്റ്റെപ്സ് എന്തൊക്കെയെന്ന് ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവണം. എന്തൊക്കെയാണ്? 3 സംഖ്യകളുടെ സം എന്നാണ് പറഞ്ഞേക്കണേ. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് എന്ത് ചെയ്യേണ്ടി വരും? 3 സംഖ്യകൾ വാങ്ങേണ്ടി വരും. രണ്ടാമത്തെ സ്റ്റെപ്പിലോ ഈ 3 സംഖ്യകളും കൂടി കൂട്ടിയിട്ട് സമ്മ് കണ്ടുപിടിക്കേണ്ടി വരും. മൂന്നാമത്തെ സ്റ്റെപ്പിലോ സമ്മ് കിട്ടി കഴിഞ്ഞാൽ അതിനെ 3 കൊണ്ട് ഹരിച്ചിട്ട് ആവറേജ് കണ്ടുപിടിക്കേണ്ടി വരും. 4ാമത്തെ സ്റ്റെപ്പിലോ സമ്മും ആവറേജും ഡിസ്പ്ലേ ചെയ്ത് കാണിക്കേണ്ടി വരും. 5ാമത്തെ സ്റ്റെപ്പ് അവസാനിച്ചു. അപ്പൊ 4 സ്റ്റെപ്പാണ് ഈ അൽഗോരിതത്തിന് ഉണ്ടാവുക, അല്ലെ? അപ്പൊ ഇപ്പൊ നമ്മള് ബേസിക് ആയിട്ട് ഒരു റഫായിട്ട് സ്കെച്ച് ചെയ്തു സ്റ്റെപ്പുകൾ. ആദ്യം 3 നമ്പർ വാങ്ങണമെന്ന് മനസ്സിലായി, പിന്നെ സമ്മ് കാണണമെന്ന് മനസ്സിലായി, പിന്നെ ആവറേജ് കാണണമെന്ന് മനസ്സിലായി, പിന്നെ ഇത് പ്രിന്റ് ചെയ്ത് കാണിക്കണം എന്ന് മനസ്സിലായി. ഇത് ഒരു അൽഗോരിതത്തിന്റെ സ്റ്റാൻഡേർഡിൽ എഴുതുമ്പോൾ ലോകം മുഴുവൻ അംഗീകരിച്ചിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ്, ക്ലിയർ കട്ടായിട്ട് ഒരു റൂളൊന്നുമില്ല. പക്ഷെ അൽഗോരിതം ആണോ നേരത്തെ പറഞ്ഞ ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ച് എഴുതണം. അത് എഴുതുമ്പോൾ ഇതേ പ്രോബ്ലത്തിന്റെ അൽഗോരിതം ഇപ്പൊ നമ്മൾ ഈ കാണുന്ന പോലെയാണ്. സാധാരണ എല്ലാ അൽഗോരിതം തുടങ്ങുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് തുടങ്ങി എന്ന് കാണിക്കാൻ വേണ്ടി സ്റ്റാർട്ട് എന്ന് എഴുതാറുണ്ട്. അപ്പൊ സ്റ്റെപ്പ് 1 ഇപ്പൊ ഈ 3 സംഖ്യകളുടെ സമ്മും ആവറേജും കാണാനുള്ള അൽഗോരിതത്തിന്റെ സ്റ്റെപ്പ് 1 സ്റ്റാർട്ട് ആയിരിക്കും. നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻപുട്ട് വാങ്ങുന്നുണ്ടെങ്കിൽ വേരിയബിളുകളിലേക്ക് വാങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻപുട്ട് വേരിയബിളുകളിലേക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ 3 വേരിയബിൾസ് ആണ് നമ്മൾ യൂസ് ചെയ്യണത്. എയും ബിയും സിയും. എയും ബിയും സിയും എന്തിനാ? 3 നമ്പറുകൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ സ്റ്റെപ്പാണ് ഇൻപുട്ട് എ കോമ ബി കോമ സി. ക്യാപിറ്റൽ എ ബി സി വേണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. ഇവിടെ നമ്മൾ എഴുതിയപ്പോൾ ക്യാപിറ്റൽ എ ബി സി എന്ന് എഴുതിയത് മാത്രം. ഒറ്റ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടു, നിങ്ങൾ ക്യാപിറ്റൽ എ ബി സി എന്ന് എഴുതിയാൽ ഇനി താഴെ മുഴുവൻ ഈ വേരിയബിളുകൾ ഉദ്ദേശിക്കുമ്പോൾ ഒക്കെ ക്യാപിറ്റലിൽ തന്നെ എഴുതണം. നിങ്ങൾ സ്മോൾ ലെറ്ററിലാണ് എഴുതിയേക്കണമെങ്കിൽ താഴെ എഴുതുമ്പോൾ മുഴുവൻ അത് സ്മോൾ ലെറ്ററിൽ തന്നെ എഴുതണം. ക്ലിയർ അല്ലേ?
ABC തന്നെ എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേരിയബിൾസ് ഉപയോഗിക്കാം. XYZ എന്നോ നിങ്ങൾക്ക് നമ്പർ 1, നമ്പർ 2, നമ്പർ 3 അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം, തെറ്റല്ല. മൂന്നാമത്തെ സ്റ്റെപ്പിലാണ് നമ്മൾ സമ്മ് കാണുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, ഇത് മാത്സിലെ പോലെയല്ല, എഴുതുമ്പോൾ ചെറിയ വ്യത്യാസമുണ്ട്. സമ്മ് കാണാനായിട്ട് നമ്മൾ ഒരു വേരിയബിളും കൂടി എടുത്തു. S ഈക്വൽസ് A + B + C എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ എന്താ സംഭവിക്കണമെന്ന് അറിയോ? S = A + B + C എന്നാണ് എഴുതിയേക്കണം. എന്ന് വെച്ചാൽ A + B + C എന്ന ഓപ്പറേഷനാണ് ആദ്യം നടക്കുക. എന്നിട്ട് ആ കിട്ടിയ റിസൾട്ടിനെയാണ് സം എന്ന അല്ലെങ്കിൽ എസ് എന്ന വേരിയബിളിലേക്ക് എടുത്തു വെക്കുക. അതുകൊണ്ടാണ് S ഈക്വൽസ് A + B + C എന്ന് എഴുതിയേക്കണം. ചുരുക്കം പറഞ്ഞാൽ ഈക്വൽസിന്റെ വലതുവശത്തുള്ള ഓപ്പറേഷൻസ് ആദ്യം നടക്കും. എന്നിട്ട് ആ റിസൾട്ട് എടുത്ത് ഈക്വൽസിന്റെ ഇടതുവശത്തുള്ള വേരിയബിളിലേക്ക് എടുത്തു വെക്കും. അപ്പോൾ വലതുവശത്തുള്ള A + B + C നടക്കും. ആ റിസൾട്ട് എടുത്ത് എസിലേക്ക് സ്റ്റോർ ചെയ്യും. മനസ്സിലായോ? നാലാമത്തെ സ്റ്റെപ്പിലോ ആവറേജ് = S/3. അപ്പോൾ ഇവിടെ ഏതാദ്യം നടക്കുക? S/3. S/3യുടെ റിസൾട്ട് എന്ത് കിട്ടും? അതെടുത്ത് AVG എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യും. ക്ലിയർ അല്ലേ? ഇപ്പൊ നമുക്ക് എസിൽ സമ്മുമായി AVGയിൽ ആവറേജുമായി അത് പ്രിന്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിന്റ് S, AVG എന്ന് എഴുതിയേക്കുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇൻപുട്ട് വാങ്ങാൻ നേരത്ത് നമ്മൾ എഴുതിയത് ഇൻപുട്ട് A, B, C എന്നാണ്. റിസൾട്ട് പ്രിന്റ് ചെയ്യാൻ നേരത്ത് നമ്മൾ എഴുതിയത് പ്രിന്റ് S, AVG എന്നാണ്. ചിലരൊക്കെ 10ാം ക്ലാസ് വരെയൊക്കെ അൽഗോരിതം എഴുതി പഠിച്ചപ്പോൾ പഠിച്ചെങ്കിൽ അവർ ചിലപ്പോൾ ഇൻപുട്ടിന് പകരം റീഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. തെറ്റല്ല, പക്ഷെ നമ്മുടെ പുസ്തകത്തിൽ ഇൻപുട്ട് എന്നാണ്. അപ്പൊ നമ്മൾ ഇൻപുട്ട് എന്നുള്ള രീതിയിൽ ഫോളോ ചെയ്താൽ മതി. ചിലര് പ്രിന്റിന് പകരം ഔട്ട്പുട്ട് എന്ന് എഴുതി ശീലിച്ചിട്ടുണ്ടാവും. തെറ്റല്ല, പക്ഷെ നമ്മൾ ഇപ്പോൾ ഫോളോ ചെയ്യുന്നത് പ്രിന്റ് എന്ന രീതിയാണ്. ക്ലിയർ അല്ലേ? എല്ലാം കഴിഞ്ഞു, അൽഗോരിതം അവസാനിച്ചു എന്ന് കാണിക്കാൻ വേണ്ടി അടുത്ത സ്റ്റെപ്പ്, അവസാനത്തെ സ്റ്റെപ്പ് നമ്പർ 6 സ്റ്റോപ്പ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ അൽഗോരിതത്തിന്റെ രൂപം. ഈ പറഞ്ഞിട്ടുള്ള രൂപത്തിൽ നിങ്ങൾ അൽഗോരിതം എഴുതിയാൽ അതിൽ നേരത്തെ പറഞ്ഞ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും ഫോളോ ചെയ്തിട്ടുണ്ടാവും. ഓരോ സ്റ്റെപ്പും നോക്കിക്കോ, അതിൽ കൊടുത്തേക്കുന്ന നിർദ്ദേശം വളരെ ചുരുക്കത്തിൽ വളരെ ചെറിയൊരു കാര്യം പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. നമ്പർ ഓഫ് സ്റ്റെപ്സ് അനന്തമായി പോണില്ല. തുടക്കമുണ്ട്, ഒടുക്കമുണ്ട്. റീഡ് ചെയ്യാൻ വേണ്ടി വേരിയബിൾസ് യൂസ് ചെയ്തിട്ടുണ്ട്, പ്രിന്റ് ചെയ്യാനും വേരിയബിൾസ് യൂസ് ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ റീഡിങ് നടന്നിട്ടുണ്ട്. എല്ലാ സ്റ്റെപ്പും മീനിങ് ഫുള്ളാണ്. ഇൻപുട്ടും ഉണ്ട്, ഔട്ട്പുട്ടും ഉണ്ട്, പ്രോസസ്സിംഗ് ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പൊ ക്യാരക്ടറിസ്റ്റിക്സ് മുഴുവൻ ഫോളോ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കും. അപ്പോൾ ഈ അൽഗോരിതത്തിൽ യൂസ് ചെയ്ത ടൈപ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അതിന് മനസ്സിലായില്ല എന്ന് പറയുന്നത് ഇൻപുട്ട് എന്ന് വെച്ചാലും അക്സെപ്റ്റ് എന്ന് വെച്ചാലും റീഡ് എന്ന് വെച്ചാലും ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രിന്റ് എന്ന് വെച്ചാലും ഔട്ട്പുട്ട് എന്ന് വെച്ചാലും ഡിസ്പ്ലേ എന്ന് എഴുതിയാലും റൈറ്റ് എന്ന് എഴുതിയാലും ഒക്കെ ഔട്ട്പുട്ട് കാണിക്കുക എന്നുള്ള മീനിങ് ആണ്. ഇൻപുട്ട് വഴി നിങ്ങൾക്ക് ഡേറ്റയെ നേരെ മെമ്മറി ലൊക്കേഷനിൽ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യാം. ഇപ്പം നമ്മുടെ കേസിൽ എയും ബിയും സി ഒക്കെ അങ്ങനെ വന്നതാണ്. ഇനി അല്ലേ ഒരു ഓപ്പറേഷൻ്റെ റിസൾട്ടിനെ നമുക്ക് ഒരു മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യാം. നേരത്തെ കാണിച്ച പോലെ S = A + B + C എന്ന് എഴുതുമ്പോൾ S ഒരു മെമ്മറി ലൊക്കേഷനാണ്. A + B + Cയുടെ റിസൾട്ട് അതിൽ വന്നു. AVG = S/3 എന്ന് എഴുതിയപ്പോൾ AVG ഒരു മെമ്മറി ലൊക്കേഷനാണ്. സം/3 ചെയ്ത റിസൾട്ടാണ് AVGയിൽ സ്റ്റോർ ചെയ്തത്. അപ്പൊ അങ്ങനെ വേരിയബിൾസിലേക്ക് ഓപ്പറേഷൻ്റെ റിസൾട്ട് വെക്കണോ ഈക്വൽസ് യൂസ് ചെയ്താൽ മതി. ഇപ്പൊ ഇതിൽ നമ്മൾ അഡീഷൻ ഓപ്പറേഷനും പിന്നെ അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വാല്യൂ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് മാറ്റാൻ വേണ്ടി ഈക്വൽസ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇതുകൂടാതെ കമ്പാരിസൺ ഓപ്പറേഷൻസ് പോസിബിൾ ആണ്. കമ്പയർ ചെയ്തിട്ട് ലോജിക്കൽ ഓപ്പറേഷൻസ് കമ്പയർ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു സൈഡ് സ്റ്റെപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അത് സ്കിപ്പ് ചെയ്യുക അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യുക, അതിനുള്ള ഓപ്ഷൻസ് ഒക്കെ അൽഗോരിതത്തിൽ പോസിബിൾ ആണ്. അത് നമ്മൾ വഴിയെ കാണും. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു അൽഗോരിതമാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. എല്ലാ ഫീച്ചേഴ്സും അതിൽ പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ള അൽഗോരിതവും കണ്ടു, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും കണ്ടു, അൽഗോരിതത്തിലെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഇൻസൈഡ് ഔട്ട് മനസ്സിലാക്കി. ഇതാണ് അൽഗോരിതം. ഇത്രയുള്ള സംഭവം. കാണുമ്പോൾ വലിയ ആനക്കാരൊക്കെ ഇട്ട് തോന്നും. ഇത്രയുള്ള സംഭവം. ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്കൊരു ഹോംവർക്ക് ഇരിക്കട്ടെ. ഇത്രയുള്ളൂ. ഒരു സർക്കിളിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട്. ഏരിയ പ്രിന്റ് ചെയ്യാനുള്ളതും പെരിമീറ്റർ പ്രിന്റ് ചെയ്യാനുള്ളതുമായ അൽഗോരിതം എഴുതിണ്ടാക്കുക. കേട്ടോ, ഒരു സർക്കിളിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട്, ഏരിയയും കാണണം പെരിമീറ്ററും കാണണം. അതിനുള്ള അൽഗോരിതം എഴുതിണ്ടാക്കുക. ഇതാണ് ഹോംവർക്ക്. അപ്പം അൽഗോരിതം എന്താണെന്ന് മനസ്സിലായില്ലേ? ബാക്കി ഡീറ്റെയിൽസ് അടുത്ത വീഡിയോയിൽ. ബൈ.